കരുതുന്ന സഹചരെല്ലാരും പ്രിയലേശമില്ലാതെയാകും. പ്രിയനെ നിൻ സ്നേഹം കുറയാതെ എന്നിൽ നിയതം തുടരുന്നു മണ്ണിൽ. ആരുമില്ല നീയൊഴികെ ചാരുവാനോരാൾ പാരിലെൻ പ്രിയ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 52-ാം സങ്കീർത്തനം 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. വീര, നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നതെന്ത്? ദൈവത്തിൻ്റെ ദയ നിരന്തരമാകുന്നു. ചതവ് ചെയ്യുന്നവനെ മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെ നിന്റെ നാവ് ദുഷ്ടത വകഞ്ഞുണ്ടാക്കുന്നു. നീ നന്മയേക്കാൾ തിന്മയെയും നീതിയെ സംസാരിക്കുന്നതിനേക്കാൾ വ്യാജത്തെയും ഇഷ്ടപ്പെടുന്നു. നീ വഞ്ചന നാവും നാശകരമായ വാക്കുകളൊക്കെയും ഇഷ്ടപ്പെടുന്നു. ദൈവം നിന്നെയും എന്നേക്ക് നശിപ്പിക്കും. നിന്റെ കൂടാരത്തിൽ നിന്ന് അവൻ നിന്നെ പറിച്ചു കളയും. ജീവനുള്ള ദേശത്ത് നിന്ന് നിന്നെ നിർമ്മൂലമാക്കും. വചനഭാഗം നമ്മൾ കേൾക്കുമ്പോൾ 52-ാം സങ്കീർത്തനം അത് എഴുതുവാനുള്ള കാരണങ്ങൾ നമ്മൾ നോക്കിയാൽ ദാവീദിൻ്റെ ഒരു ധ്യാനം എന്ന് നമ്മളിവിടെ കേൾക്കുന്നു. എദോമിനായ ദോബേഗ് ചെന്ന് ശൗലിനോട് ദാവീദ് അഹിമേലെക്കിൻ്റെ വീട്ടിൽ വന്നിരുന്നു എന്നറിയിച്ചപ്പോൾ ചമച്ചത് എന്ന വചനം. ശൗലും ദാവീദും തമ്മിൽ എങ്ങനെയെന്ന് വചനത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അതറിയാവുന്നൊരു കാര്യം. ഇവിടെ ദോബേഗ് ചെന്ന് പറയാൻ കാരണവും ഒരു ദുഷ്ടതയിൽ ഒരു പ്രശംസ തന്നെയായിരുന്നു. ദാവീദ് അഹിമേലെക്കിൻ്റെ വീട്ടിൽ വന്നിരുന്നു എന്ന് ദോബേഗ് ശൗലിനെ അറിയിച്ചപ്പോൾ ദാവീദിൻ്റെ ഒരു ധ്യാനമായിട്ട് ഇതിനെ 52-ാം സങ്കീർത്തനം നമ്മൾ കേൾക്കുന്നു. ശൗൽ രാജാവിനെ ദാവീദ് രാജാവ് എത്രമാത്രം ബഹുമാനിച്ചിരുന്നു. തൻ്റെ അഭിഷക്തനെ എത്രത്തോളം ബഹുമാനിച്ചിരുന്നു. ഹൃദയത്തിൽ അഭിഷക്തൻ എന്ന സ്ഥാനം ഒരിക്കൽ പോലും വിട്ടുകളയാതെ നോക്കിയ ഒരാൾ. അതുകൊണ്ട് മാത്രം പാപം ചെയ്യാതിരിക്കേണ്ടതിന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ എത്തപ്പെടാതെ ഒളിഞ്ഞു മാറി നടന്നുകൊണ്ടും യഹോവയ്ക്ക് വേണ്ടി ധീരതയോടെ പ്രവർത്തിച്ച ദാവീദ് രാജാവിൻ്റെ ഒരു ധ്യാനമാണ് നമ്മളിവിടെ കേൾക്കുന്നത്. അതിനകത്ത് ഉള്ള ചില കാര്യങ്ങൾ. വീരാ, നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നത് എന്ത്? ദൈവത്തിൻ്റെ ദയ നിരന്തരമാകുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. എത്രമാത്രം ആരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലും ദൈവത്തിൻ്റെ ദയ നിരന്തരമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ചതിവ് ചെയ്യുന്നവനെ മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെ നിന്റെ നാവ് ദുഷ്ടത വകഞ്ഞുണ്ടാക്കുന്നു എന്ന വചനം. അപ്പം ചതിവ് ചെയ്യുന്നൊരു അവസ്ഥയാണ് മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെ നിന്റെ നാവ് ദുഷ്ടത വകഞ്ഞുണ്ടാക്കുന്നു. ഇതാണ് അവിടെയും ഇവിടെയും ചെന്ന് പറയുന്ന ഒരനുഭവം. എൻ്റെ കർത്താവേ, നമ്മളൊക്കെയും ഒന്ന് ചിന്തിച്ചു നോക്കി തിരുത്തുവാനുള്ള അവസരങ്ങൾ നമുക്കേറെയുണ്ട്. വരുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് തിരിച്ചറിയാതെ ചിലപ്പോൾ ചിലരെയൊക്കെ പ്രസാദിപ്പിക്കാൻ എന്തൊക്കെയൊക്കെ പറഞ്ഞ് ആരുടെയെങ്കിലൊക്കെ കാര്യം പറഞ്ഞു പോകും. അപ്പോഴും യഹോവത്തന്മാർ സംസാരിച്ച് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ദൈവത്തെ ഭയപ്പെടുന്ന ദൈവമക്കൾക്ക് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. ഇത് നിമിത്തം വന്നു ഭവിച്ച ഭവിഷ്യത്തുകൾ എത്ര വലുതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് ഒരു ദുഷ്ടത വകഞ്ഞുണ്ടാക്കുകയായിരുന്നു. നീ നന്മയേക്കാൾ തിന്മയും നീതിയെ സംസാരിക്കുന്നതിനേക്കാൾ വ്യാജത്തെയും ഇഷ്ടപ്പെടുന്നു എന്നാണ് വചനം പറഞ്ഞത്. നീ നന്മയേക്കാൾ തിന്മയും നീതിയെ സംസാരിക്കുന്നതിനേക്കാൾ വ്യാജത്തെയും ഇഷ്ടപ്പെടുന്നു. ഒരു നീതിയായ കാര്യങ്ങൾ, നീതിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ അധികം വ്യാജ കാര്യങ്ങൾ പറഞ്ഞ് അതിലങ്ങ് ഇഷ്ടപ്പെട്ടു പോകുന്നൊരു അനുഭവമാണ് ഇവിടെ ദോബേഗിൽ കൂടി നമ്മളിവിടെ കേൾക്കുവാനായിട്ട് ഇടയാകുന്നത്. നീ വഞ്ചന നാവും നാശകരമായ വാക്കുകളൊക്കെയും ഇഷ്ടപ്പെടുന്നു എന്ന വചനം. ദൈവമക്കളെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഓരോ ദിവസവും ഏറ്റവും അടുത്ത് വരാൻ ആഗ്രഹിക്കുമ്പോഴും ചിലപ്പോൾ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ ആ വചനത്തിൻ്റെ മുമ്പിൽ ഒന്ന് ഓർത്താൽ വിശ്വാസത്തിൽ കയറി വരുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ആദ്യത്തേക്കാൾ അധികം കൃപയോടൊന്ന് ചേർന്ന് നിന്ന് വരുമ്പോഴായിരിക്കാം ഇതുപോലുള്ള വാക്കുകൾ ആരിക്കൂടി എന്തെങ്കിലും കേൾക്കുമ്പോൾ അപ്പം തന്നെ അതിന് പ്രതികരിക്കാൻ പോയാൽ, അതിനു വേണ്ടിയിട്ട് അവരോട് സംസാരിക്കാൻ പോയാൽ ദൈവമക്കളെ, നമ്മളെ ഏൽപ്പിച്ചത് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. എപ്പോഴും ഓർക്കുക, കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിച്ചത് നമ്മളല്ലേ, സൗഖ്യം പ്രാപിച്ചത് നമ്മളല്ലേ, സമാധാനം പ്രാപിച്ചത് നമ്മളല്ലേ.
ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിഞ്ഞതല്ലേ. പിന്നെ ചെറിയ ചെറിയ വാക്കുകൾക്ക്, നല്ല ദോഷം വാക്കുകൾ കേട്ടിട്ട് അതിന് പ്രതികരിക്കാൻ നമുക്ക് പോകാതിരുന്നാൽ കർത്താവിന് വേണ്ടി നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിൽ നിന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ദൈവമക്കളെ, യേശു കർത്താവിന് ഈ ലോകം കൊടുത്തത് എന്തെന്ന് നമ്മൾ അറിയുന്നല്ലോ. അതിനേക്കാൾ അപ്പുറത്തൊന്നും നമ്മൾ നോക്കണ്ട. ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ട് തളർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും, ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടിട്ട് കുടുംബത്തിൽ തകർച്ച സംഭവിച്ചവരും, ജോലി മേഖല നഷ്ടപ്പെട്ടവരുണ്ടാവും, അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും, അതുപോലെ ഒരുപാട് നഷ്ടങ്ങൾ വഹിച്ചുകൊണ്ട് ഒരുപാട് ബന്ധങ്ങൾ നഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ ഒത്തിരി ഭാരങ്ങൾ, പ്രയാസങ്ങൾ ഇത് നിമിത്തം അനുഭവിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഒന്നോർക്കണം ദൈവമക്കളെ, നമ്മൾ ആ വാക്കുകൾ നിമിത്തം നമ്മൾ തേങ്ങണ്ട. ഇതെല്ലാം ദൈവസന്നിധി വിട്ടുകൊടുത്തിട്ട് കർത്താവിൻ്റെ സന്നിധി നാം വചനം കേൾക്കുക. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചത് എന്താണോ അത് കർത്താവിന് വേണ്ടി ചെയ്യുക. നമ്മുടെ വശത്ത് ഒരു കുറവ് വന്ന് ഭവിക്കാതിരിക്കാൻ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. അറിഞ്ഞും അറിയാതെയും വന്നു ഭവിച്ച എല്ലാ കുറവുകളും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ പ്രാപിച്ച നമ്മൾ ഓരോരുത്തരും ഇനി ഒരിക്കലും ഒരു കുറവ് വന്ന് ഭവിക്കാതിരിക്കാൻ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നീ വഞ്ചനനാവും നാശകരമായ വാക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്നു. ദൈവം നിന്നെയും എന്നേക്കും നശിപ്പിക്കും. നിന്റെ കൂടാരത്തിൽ നിന്ന് അവൻ നിന്നെ പറിച്ചു കളയും. കൂടാരത്തിലായിരുന്നു, നിന്റെ കൂടാരത്തിലായിരുന്നു. അവിടെ നിന്നെ പറിച്ചു കളയാൻ കാരണം എന്താ? അയോഗ്യമായ ഈ സംഭാഷണമാണ്. അത് വചനം നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. നീ നന്മയേക്കാൾ തിന്മയെയും നീതിയെ സംസാരിക്കുന്നതിനേക്കാൾ വ്യാജത്തെയും ഇഷ്ടപ്പെടുന്നു. എന്താ? ചെന്ന് ഒരാളുമായിട്ട് സംസാരിക്കാൻ ഇടവന്നാൽ നീതിയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് ഇപ്പം അത് തിരിച്ച് നമ്മൾ മറ്റൊന്ന് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, മറ്റൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. വേണ്ട പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം തമ്പുരാൻ കൂടാരത്തിനകത്തുനിന്ന് പറിച്ചു കളയുന്ന ആ വചനം നമ്മളെ കേൾപ്പിച്ചിരിക്കുന്നത് ജീവനുടെ ദേശത്ത് നിന്ന് നിന്നെ നിർമൂലമാക്കുമെന്ന്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ദോഷമാണോ ഒരു കാര്യങ്ങളും കേൾക്കാനും പോണ്ട, പറയാനും പോണ്ട. അതുകൊണ്ടൊന്നും ആരും രക്ഷപ്പെട്ടിട്ടില്ല. ജീവന്റെ വചനം കേട്ടുകൊണ്ട് രക്ഷപ്രാപിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ആരുടെയും കുറവുകൾ നമുക്ക് നോക്കണ്ട പ്രിയപ്പെട്ടവരെ. നമ്മുടെ വശത്ത് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് എത്ര നാൾ കർത്താവ് ഈ ലോകത്തിൽ വേല ചെയ്യുവാൻ, എത്ര നാൾ ഈ ലോകത്ത് കർത്താവിന് വേണ്ടി ജീവിക്കാൻ അവസരം തരുന്നു, അത്രയും കാലം കർത്താവിന് വേണ്ടി മാത്രമായി തീരാൻ ദൈവം സഹായിക്കട്ടെ. പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുമ്പോഴും അതിൻ്റെയൊക്കെ നടുവിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ട് ഇനി അല്പകാലം ഉണ്ടെങ്കിൽ അത്രയും കാലം കർത്താവിന് വേണ്ടിയായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ദോഷമായ വാക്കുകൾ നിമിത്തം നാശങ്ങളും നഷ്ടങ്ങളും സംഭവിച്ച് ഒത്തിരി സങ്കടപ്പെട്ടിരിക്കുന്ന പലരും ഇതിനകത്തുണ്ടാവും. ചിലപ്പോൾ ഓർക്കുമായിരിക്കും, എൻ്റെ സത്യം അവർ കാണുന്നില്ലല്ലോ, അറിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാനത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല, എന്നിട്ട് എനിക്കെന്താ ഇങ്ങനെ എന്ന് ചോദിച്ച് തളർന്നു പോകുന്ന ദൈവമക്കളെ, അവർ പറഞ്ഞത് കേട്ടപ്പോഴാണ് നമ്മൾ തളർന്നു പോകുന്നത്. ആ കേട്ടതെല്ലാം കർത്താവിന് വിട്ടുകൊടുത്തിട്ട് കർത്താവിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ എന്താണോ അത് ചെയ്യുക. നഷ്ടപ്പെട്ടത് തിരിച്ചു തരുവാൻ ഈ ദൈവത്തിന് സാധിക്കും ദൈവമക്കളെ. ആമേ സ്തോത്രം. നഷ്ടപ്പെട്ടു പോയ താലന്തുകളെ തിരിച്ചു തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ട് കലങ്ങി മറിഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്ന എല്ലാവരോടും പറയട്ടെ, യേശുക്രിസ്തു ജീവിക്കുന്നു. ഈ നിന്ദയും പരിഹാസങ്ങളും എല്ലാം എൻ്റെ കർത്താവ് കേട്ടത്ര നമ്മളാരും കേട്ടിട്ടില്ലല്ലോ. ക്രൂശിൽ ഇതെല്ലാം കേട്ട് നമുക്ക് ദൈവമക്കളെ നല്ല മാതൃക നിറഞ്ഞൊരു പ്രാർത്ഥനയും കൂടെ തന്നിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് തൻ്റെ പ്രാണനെ വിടും മുമ്പ് സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞു. ആമേ സ്തോത്രം. സഹിക്കാനും ക്ഷമിക്കാനും സ്നേഹിക്കാനും കർത്താവ് കൃപ നൽകട്ടെ. ആരിൽ നിന്നും മറ്റൊന്നും ഒരു പ്രശംസ നമ്മൾ ആഗ്രഹിക്കേണ്ട ദൈവമക്കളെ. ഒരു പ്രശംസയിൽ നിന്ന് നമുക്കൊന്നും നേടാനില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ പഴിക്കുമ്പോഴും ദുഷിക്കുമ്പോഴും ആ നിന്ന കേട്ടുകൊണ്ടും തളർന്നു പോകാതെ താങ്ങി നടത്തുന്ന കർത്താവിൻ്റെ കരങ്ങളെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പലതിനെ ചൊല്ലി ഭാരപ്പെട്ട് തളർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, യേശുക്രിസ്തു ജീവിക്കുന്നു. ഈ കർത്താവ് നമ്മളോട് കരുണ കാണിക്കും. മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളും ഇപ്പോൾ തന്നെ കർത്താവിലേക്ക് ഇറക്കി വെച്ച് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, ദോഷമായ വാക്കുകൾ കേട്ട് മനസ്സ് ഭാരപ്പെട്ടും തളർന്നിരിക്കുന്ന മക്കളേറെയുണ്ട് കർത്താവേ. ഒരു വാക്ക് നിമിത്തം, ദോഷമായ വാക്ക് നിമിത്തം ജീവിതത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ച് മക്കൾ ഇതിനകത്തുണ്ട് കർത്താവേ. യേശുവേ, തളർന്നിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മക്കൾക്ക് സമാധാനം കൊടുക്കണമേ. നഷ്ടപ്പെട്ട രക്ഷയുടെ സന്തോഷം ദൈവം തിരികെ കൊടുത്ത് അനുഗ്രഹിക്കണമേ.
എല്ലാവരോടും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും എൻ്റെ കർത്താവെ എല്ലാവരെയും സഹിക്കാനുള്ള മനസ്സ് കൊടുത്ത ദൈവം അനുഗ്രഹിക്കണമേ. എൻ്റെ പ്രിയൻ്റെ വരവിൻ്റെ നാളിൽ വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ദൈവം ഏൽപ്പിച്ചത് കർത്താവെ ചെയ്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ നിൻ്റെ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അറിഞ്ഞു അറിയാതെയും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവം ക്ഷമിക്കണമേ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ കുറവുകളെ ദൈവം ക്ഷമിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ദൈവം സ്വീകരിക്കണേ കർത്താവേ. എല്ലാവരോടും സഹിക്കാനുള്ള ക്ഷമിക്കാനുള്ള മനസ്സ് കർത്താവ് ഒരുക്കിക്കൊടുത്ത് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവെ നാശങ്ങളും നഷ്ടങ്ങളും എല്ലാം നിൻ്റെ മക്കൾ അനുഭവിക്കുമ്പോഴും കർത്താവെ നിൻ്റെ കുഞ്ഞുങ്ങൾ ഇന്നേറെ സങ്കടത്തോടെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ എല്ലാ നഷ്ടങ്ങളും കഷ്ടങ്ങളും ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ കർത്താവെ ഇവർക്ക് മനസ്സിന് സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. എല്ലാം നന്മയ്ക്കായിരുന്നു എന്ന് കാണുവാനും വാശിയും പകയും പിണക്കവും മത്സരവും ഇല്ലാതെ ക്രിസ്തുവേശുവിൻ്റെ സ്നേഹം പങ്കുവെക്കാൻ എല്ലാവരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സമാധാനം കൊടുക്കണമേ, സന്തോഷം കൊടുക്കണമേ. ഇപ്പോൾ തന്നെ നിൻ്റെ മക്കളെ തൊട്ട് ദൈവം അനുഗ്രഹിക്കണേ കർത്താവെ. ശത്രുവിൻ്റെ മുമ്പാകെ മേശയൊരുക്കുന്ന നല്ല കർത്താവെ, ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച കർത്താവെ, അവിടുത്തെ തിരുവചനം നിറവേറുവാനിടയാക്കണമേ. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ സ്തോത്രം.